ഹായ് എവ്രി വൺ, വെൽക്കം. സോ ഇന്ന് നിങ്ങൾ പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ കോഴ്സിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? ബിക്കോസ് ഒന്ന്, നിങ്ങൾക്കത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് വരും. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും പ്രിപ്പറേഷൻസ്, അതായത് സ്പെഷ്യലി ലിറ്ററേച്ചർ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറേ റീഡിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് നടത്തണമെങ്കിൽ, റീഡിംഗ് മെറ്റീരിയൽ കളക്ട് ചെയ്യണമെങ്കിൽ, അത് വായിച്ചു നോക്കണം എന്ന് താല്പര്യം തോന്നിയാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് സിലബസ് അറിയുമ്പം പറ്റുന്നത്. സോ ദ പോയിന്റ് ഓഫ് ടെല്ലിങ് യു വാട്ട് ദ സിലബസ് ഇസ് ആർ ദീസ് ടു. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ഈ കോഴ്സ്, ആൻഡ് ഈ കോഴ്സിലെ സിലബസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇതൊക്കെ നോക്കാന്നുള്ളതാണ്. സോ ലെറ്റ്സ് ബിഗിൻ. 17th and 18th century ബ്രിട്ടീഷ് ലിറ്റററി ഹിസ്റ്ററി നമുക്ക് 3 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് ഇസ് ആ ഒരു 17th centuryൻ്റെ ബിഗിനിങ്. ആ ബിഗിനിങ്ങിൻ്റെ സമയത്താണ് റിനൈസൻസ് എന്നുള്ളൊരു എറ അവസാനിച്ചത്. റിനൈസൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റീബർത്ത് ഓഫ് ക്ലാസിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ക്ലാസിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ റീബർത്ത് ആണ്. അപ്പോൾ അത് അവസാനിച്ചത് ആ ഒരു 17th centuryൻ്റെ തുടക്കത്തിലാണ്. ദെൻ കംസ് ദ 17th centuryൻ്റെ ഫസ്റ്റ് ഹാഫ്. ആ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ജക്കോബിയൻ ഇറയാണ്. കിങ് ജെയിംസിൻ്റെ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ജക്കോബിയൻ ഇറ എന്ന് പറയുന്നത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് 17th centuryൻ്റെ ഫസ്റ്റ് ഹാഫാണ്. ദെൻ 17th centuryൻ്റെ ഫസ്റ്റ് ഹാഫ് മുതൽ അതിൻ്റെ അവസാനം വരെ ദർ ഇസ് കാരോലൈൻ ആൻഡ് റെസ്റ്റോറേഷൻ പീരീഡ്. കിങ് ചാൾസിൻ്റെ പീരീഡ് ആൻഡ് റെസ്റ്റോറേഷൻ പീരീഡ് ആണ്. Then comes the 18th century, which is the Augustan era or the age of reason. So ഈ 3 പാർട്സ് ആണ് നമുക്ക് 17th and 18th centuryയിൽ മെയിൻ ആയിട്ടുള്ളത്. Now why 17th and 18th century? That is because നിങ്ങളുടെ കോഴ്സിൽ ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമയിലെ 17th and 18th centuryനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് നിങ്ങളുടെ കോഴ്സിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. BEGC-107 ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ 17th and 18th centuries ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് 4 ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓരോ ബ്ലോക്കും ഓരോ റൈറ്ററിനെ, അതായത് ഈ കാലഘട്ടത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഓരോ ബ്ലോക്കിലും നിങ്ങൾക്ക് എന്താണ് അല്ലെങ്കിൽ ഏത് കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ദറ്റ് യു നോ വാട്ട് ഈസ് ടു കം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫുൾ കോഴ്സിൽ പോയിട്രി ആൻഡ് ഡ്രാമ, അതായത് ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമയിൽ 17th and 18th centuryയിലെ ഇമ്പോർട്ടൻറ്റ് 4 റൈറ്റേഴ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ജോൺ വെബ്സ്റ്റർ ആൻഡ് ഹിസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഡച്ചസ് ഓഫ് മാൽഫി. ബട്ട് നമ്മൾ ജോൺ വെബ്സ്റ്ററിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ജോൺ വെബ്സ്റ്റർ എഴുതിയിരുന്ന കാലഘട്ടം എന്താണ്, അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ് ആരൊക്കെയാണ്, അവർക്ക് എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയായിരുന്നു, അതൊക്കെ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഷുഡ് ഹാവ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ജക്കോബിയൻ ഡ്രാമ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ജക്കോബിയൻ ഡ്രാമ ആൻഡ് ജോൺ വെബ്സ്റ്റർ ആണ്. അതായത് ജക്കോബിയൻ ഡ്രാമയിൽ എന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അതിൽ ജോൺ വെബ്സ്റ്ററിനുള്ള പങ്ക് എന്തൊക്കെയാണ്, ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. Then we will move on to John Webster's most famous work, The Duchess of Malfi. Now, Duchess of Malfiയിൽ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് Duchess of Malfi, ആ പ്ലേ റൈറ്റിൽ, അതായത് ജോൺ വെബ്സ്റ്ററിന് അത് എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പ്ലേ എത്ര ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു 17th and 18th century ഡ്രാമയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കും. Then we move on to the most important part, the story of Duchess of Malfi and its analysis. Then we move on to character study, critical study. ഇതൊക്കെ എന്തായാലും ഒരു ലിറ്റററി വർക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് കഥ മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെ അനാലിസിസും നടത്തണം. അതിന് ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ് അതിൻ്റെ ഏതൊക്കെ ലിറ്റററി ഡിവൈസസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ക്യാരക്ടർ സ്റ്റഡി നടത്തണം, അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം. അതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ നോക്കാൻ പോകുന്നത്. Now we move on to the next famous writer for block 2, ജോൺ മിൽട്ടൺ. ജോൺ മിൽട്ടനെ പറ്റിയിട്ട് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ബട്ട് ആസ് ഐ സെഡ് ഏർലിയർ, നമ്മളൊരു റൈറ്ററിനെ പഠിക്കുന്നതിന് മുന്നേ, ബിക്കോസ് ഇതിൽ പല സെക്ഷൻസ് ഓഫ് സെഞ്ചുറീസിനെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ ജോൺ മിൽട്ടൺ ഉള്ള സെക്ഷൻ ഏതാണ്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിരുന്ന സെഞ്ചുറി ഏതാണ്, ആ കാലഘട്ടത്തിൽ ഏത് ടൈപ്പ് ഓഫ് ഫീച്ചേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ അറിയണം അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു 17th century, അതായത് ജോൺ മിൽട്ടൺ എഴുതിയിരുന്ന കാലഘട്ടത്തിന് ഒരു ഇൻട്രൊഡക്ഷൻ പഠിക്കണം, സോ ദറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ആ 17th centuryൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ദെൻ വി മൂവ് ഓൺ ടു ജോൺ മിൽട്ടൺ.
വി ആർ ഗോയിങ് ടു സ്റ്റഡി ഹിസ് ലൈഫ് ആൻഡ് ഹിസ് വർക്ക്സ്. കാരണം ഒരു വർക്ക് പഠിക്കുന്നതിന് മുന്നേ റൈറ്ററിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കുക. സ്പെഷ്യലി ആ കാലഘട്ടം. ഇന്നാണ് പിന്നെയും കുറച്ചും കൂടി ലൈഫിലെ റീസൺസ് അല്ലെങ്കിൽ ലൈഫിലെ കാര്യങ്ങളൊന്നും എഴുതാത്ത ആൾക്കാർ വന്നിട്ടുള്ളത്. ബട്ട് പഴയ കാലത്തിൽ അവരുടെ ലൈഫ് എക്സ്പീരിയൻസസ് തന്നെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലിയൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വെച്ചിട്ടായിരുന്നു അവർ വർക്ക്സ് എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ജോൺ മിൽട്ടനെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്ക്സ് പഠിക്കണം. Then we move on to his famous works, one Lycidas and Sonnet 29 on his blindness, and then അവസാനത്തെ യൂണിറ്റിൽ നമ്മൾ എൽ എലേഗ്രോൻ്റെ സെക്കൻഡ് പാർട്ടും പെൻസറോസോ എന്നുള്ള വർക്കുമാണ്. അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റഡ് വർക്ക്സ് ആണ്. അതാണ് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പം അത് ഇംഗ്ലീഷിലല്ലാത്തത്, ഇംഗ്ലീഷ് വേർഡ് അല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവാത്തത്. ബിക്കോസ് ഇറ്റ്സ് എ ട്രാൻസ്ലേറ്റഡ് വർക്ക്. നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വർക്കാണ്. ബട്ട് ദ ഹെഡിങ് ഇസ് ഗിവൺ സോ ബിക്കോസ് നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് ഭാഷയിലാണ് എഴുതിയത് എന്നുള്ളത് കൊണ്ട്. സോ വി വിൽ ലുക്ക് ഇൻ ടു ഇറ്റ് ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത്. Then we move on to the next writer, that is block 3 writer ജോൺ ഡ്രൈഡൻ. ജോൺ ഡ്രൈഡനെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 റൈറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ നമ്മൾ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് കേട്ടിട്ടുണ്ടാവും. സോ ദ നെക്സ്റ്റ് വർക്ക് നമ്മൾ ഒരൊറ്റ വർക്കിലാണ് ജോൺ ഡ്രൈഡൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, മെക്ഫ്ലെക്നോ. മെക്ഫ്ലെക്നോ ആക്ച്വലി കോമഡി സെറ്റയർ പോലെ എഴുതിയൊരു വർക്കാണ്. സോ വി ആർ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് ഓൺ ജോൺ ഡ്രൈഡൻ ആൻഡ് മെക്ഫ്ലെക്നോ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്ററിന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ജോൺ ഡ്രൈഡൻ്റെ വർക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫും അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഇൻഫ്ലുവൻസസ്, വർക്ക്സിലുണ്ടായ ഇൻഫ്ലുവൻസ്, സ്പെഷ്യലി നമ്മൾ ഒറ്റ വർക്കേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള വർക്ക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് നല്ലതാണ്. Then we move on to the famous മെക്ഫ്ലെക്നോ. ആക്ച്വലി മെക്ഫ്ലെക്നോ ഒരാളെ കളിയാക്കിക്കൊണ്ട് എഴുതിയൊരു വർക്കാണ്. സോ മെക്ഫ്ലെക്നോൻ്റെ പോയം ഏതൊക്കെയാണ്, പോയത്തിൽ എന്താണ് പറയുന്നത്, അതിൻ്റെ സമ്മറി എന്താണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ, അതിൻ്റെ അനാലിസിസ് ആൻഡ് ദെൻ അതിൻ്റെ തീം ആൻഡ് പോയറ്റിക് ഡിക്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം ഒരു പോയം പഠിക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് പോയം വായിച്ച് അതിൻ്റെ സമ്മറി അറിഞ്ഞാൽ പോരാ അല്ലേ. അത് അനലൈസ് ചെയ്യണം, എന്തുകൊണ്ടാണ് ആ പോയം എഴുതിയതെന്ന് നോക്കണം, അതിൽ ഉള്ളിൽ എന്തെങ്കിലും വേറെ മീനിങ് ഉണ്ടോ എന്ന് നോക്കണം, അതിൻ്റെ പോയറ്റിക് തീംസ്, അതിൽ ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പഠിക്കണം. അപ്പം അങ്ങനെ പല കാര്യങ്ങളും ഒരു പോയം പഠിക്കുമ്പോൾ നോക്കാനുണ്ട്. അപ്പം ഈ ഒരു ബ്ലോക്കിലുള്ള 4 യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ ജോൺ ഡ്രൈഡനെയും മെക്ഫ്ലെക്നോ എന്നുള്ള പോയം ആൻഡ് അതിൻ്റെ കംപ്ലീറ്റ് അനാലിസിസും നടത്തും. ആൻഡ് ദ ലാസ്റ്റ് ബ്ലോക്ക് ഇസ് ഡെഡിക്കേറ്റഡ് ടു അലക്സാണ്ടർ പോപ്പ്. Now, അലക്സാണ്ടർ പോപ്പിൻ്റെ ഒരൊറ്റ ഡ്രാമയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ദ റേപ്പ് ഓഫ് ദ ലോക്ക്. ഈ വർക്ക് പഠിക്കുന്നതിന് മുന്നേ തന്നെ ആ കാലഘട്ടത്തിനെ പറ്റി പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ആൻഡ് ദ മോസ്റ്റ് ഫേമസ് തിങ് അബൌട്ട് ദാറ്റ് ഏജസ് അതിന് അലക്സാണ്ടർ പോപ്പിൻ്റെ ഏജ് തന്നെയാണ്, ദ ഏജ് ഓഫ് അലക്സാണ്ടർ പോപ്പ് തന്നെയാണ് പറഞ്ഞിരുന്നത്, ബിക്കോസ് ഹി വാസ് ദാറ്റ് ഫേമസ് എന്നുള്ളത് കൊണ്ട്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദാറ്റ് ഏജ്. ആ ഒരു ഏജിൽ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ജനറൽ ആയിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ് ആരൊക്കെയാണ്, അവരുടെ ജനറൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇൻഫ്ലുവൻസ് ചെയ്തത് ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പഠിക്കും. ദെൻ വി മൂവ് ഓൺ ടു ഹിസ് ലൈഫ് ആൻഡ് ഹിസ് വർക്ക്സ്. അലക്സാണ്ടർ പോപ്പിനെ കുറച്ചും കൂടി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ദ റേപ്പ് ഓഫ് ദ ലോക്ക് പഠിക്കാൻ പോകുന്നത്. നൗ റേപ്പ് ഓഫ് ദ ലോക്ക് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫുൾ ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി അങ്ങോട്ട് നോക്കണില്ല. അതിൻ്റെ അനാലിസിസ് ഓഫ് കാൻറ്റോ 3 ആണ്, അതായത് 3rd സെക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ നമ്മൾ അത് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. കാരണം ഒരു വർക്ക് വായിക്കുന്ന സമയത്ത് നമ്മളതിന് മുന്നേയും പുറകിലും വരുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ബട്ട് വി ആർ ഗോയിങ് ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ കാൻറ്റോ 3. ബാക്കിയുള്ളത് എന്തൊക്കെയാണ് നടന്നത് നമ്മളൊരു അനാലിസിസ്, ഒരു സമ്മറി പോലെ പറയുകയും ചെയ്യും. Then we move on to the character analysis and style and themes and everything related to the drama. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്രിട്ടീഷ് പോയിട്രി ആൻഡ് ഡ്രാമ ഓഫ് 17th and 18th സെഞ്ച്വറിയിൽ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കിപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ ഒരു സിലബസിൽ എൻറ്റെയിൽ ചെയ്തിട്ടുള്ളതെന്ന്. ഇത്രയും അറിയാം 4 റൈറ്റേഴ്സ് ആണുള്ളത്. ആൻഡ് ആ റൈറ്റേഴ്സ് ഉള്ള കാലഘട്ടം, അവരുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആൻഡ് ഏതെങ്കിലും ഒരു 1-2 വർക്ക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ കോഴ്സ് പോകുന്നത്. ബട്ട് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ആ കാലഘട്ടത്തിൽ ഈ 4 റൈറ്റേഴ്സ് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, വേറെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഫേമസ് വർക്ക്സ് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഓൾവേസ് റീഡ് അപ്പ് ഓൺ ദാറ്റ്. ആൻഡ് ഐ സിൻസിയർലി ഹോപ്പ് ദാറ്റ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ബിക്കോസ് ഇതിൽ പറഞ്ഞിട്ട് എല്ലാ വർക്ക്സും വായിക്കാൻ നല്ല രസമുള്ള വർക്ക്സാണ്. അങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിക് ആയിട്ടുള്ള അങ്ങനത്തെ ഒന്നുമില്ല. വായിക്കുന്ന എല്ലാ സ്റ്റോറീസും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. ആൻഡ് റൈറ്റേഴ്സിൻ്റെ കാലഘട്ടം ആൻഡ് റൈറ്റേഴ്സ് ആണെങ്കിലും വളരെ നല്ല പ്രൊലിഫിക് ആയിട്ടുള്ള റൈറ്റേഴ്സാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദീസ് പീപ്പിൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു കോഴ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യും. ആൻഡ് ഐ ഹോപ്പ് വി വിൽ ഡു എ ഗുഡ് ജോബ് ഇൻ ദിസ് ജേർണി. So I'll see you in the next video with your first class. Bye.